ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു ഞാൻ നിങ്ങളിലേക്ക് പകരുന്നത് സൂക്ത പുഷ്പാഞ്ജലികളും അവയുടെ ഫലപ്രാപ്തിയെയും കുറിച്ചാണ്. വേദമന്ത്രം ജപിച്ചു നടത്തുന്നതാണ് സൂക്ത പുഷ്പാഞ്ജലികൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം ദീർഘനാൾ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് സൂക്ത പുഷ്പാഞ്ജലിയുടെ പ്രത്യേകത. നിങ്ങളിൽ പലരും സൂക്ത പുഷ്പാഞ്ജലികൾ നടത്തിയിട്ടുള്ളവരും നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാകാം. എന്നാൽ പലരും നമ്മൾ നടത്തുന്ന സൂക്ത പുഷ്പാഞ്ജലികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഉള്ളതാണോ എന്ന് നോക്കാതെ ക്ഷേത്രത്തിലെ വഴിപാട് ബോർഡിൽ കാണുന്നതിന് അനുസരിച്ച് ഒന്നിനു ചീട്ടാക്കുകയാണ് പതിവ്. എന്നാൽ ഓരോ സൂക്ത പുഷ്പാഞ്ജലികളും നമ്മൾ കഴിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി എന്തെന്ന് അറിഞ്ഞു ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി കൈവരൂ എന്നുള്ളതാണ് സത്യം. ആയതിനാൽ നിങ്ങളുടെ അറിവിലേക്കായി ചില പ്രധാനപ്പെട്ട സൂക്ത പുഷ്പാഞ്ജലികളും അവ നടത്തുന്നതുകൊണ്ടുള്ള ഫലപ്രാപ്തിയെയും കുറിച്ച് പറയാം. കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിൽക്കുന്നതിന് സംവാദ സൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. എല്ലാവിധ ഐശ്വര്യലബ്ധിക്കായി ശ്രീ സൂക്ത പുഷ്പാഞ്ജലിയോ യോഗക്ഷേമ സൂക്ത പുഷ്പാഞ്ജലിയോ നടത്താം. സർവ്വവിധ ഭാഗ്യലബ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് ഉത്തമം. ദീർഘായുസ്സിനും ആയുർബലത്തിനും ആയുർസൂക്ത പുഷ്പാഞ്ജലിയാണ് ഉത്തമം. എല്ലാവിധ അഭീഷ്ടസിദ്ധിയും കൈവരുന്നതിന് പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. രോഗശമനത്തിനായി രോഗശമന സൂക്ത പുഷ്പാഞ്ജലിയാണ് ഉത്തമം. ന്യായമായ ഏതു കാര്യങ്ങളുടെയും ആഗ്രഹ സാഫല്യത്തിന് രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതാണ് ഉത്തമം. എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്നതിന് ഗണപതി സൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. ജീവിതത്തിലെ എല്ലാവിധ അലച്ചിലുകളും കഷ്ടപ്പാടുകളും മാറുന്നതിന് കുമാരസൂക്ത പുഷ്പാഞ്ജലിയാണ് ഉത്തമം. ശനിഗ്രഹ സംബന്ധമായ ദോഷങ്ങൾ മാറുന്നതിന് ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. എല്ലാവിധ ശത്രുദോഷങ്ങളും മാറുന്നതിന് ഭദ്രകാളി സൂക്ത പുഷ്പാഞ്ജലിയാണ് ഉത്തമം. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതിന് മേധാസൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. എല്ലാവിധ പിതൃപ്രീതിയും കൈവരുന്നതിന് നാരായണ സൂക്ത പുഷ്പാഞ്ജലിയാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെ ഓരോ സൂക്ത പുഷ്പാഞ്ജലികളുടെയും ഫലപ്രാപ്തിയെക്കുറിച്ച് അറിഞ്ഞു നടത്തുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ ഫലപ്രദമായി ഭവിക്കും. സൂക്ത പുഷ്പാഞ്ജലിയെക്കുറിച്ചുള്ള ഈ ചെറിയ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ദേവമംഗള ആസ്ട്രോമീഡിയ നിങ്ങൾക്ക് ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.